അവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ കാര്യം. വിട്ടുപോകാനുള്ള പ്രധാന കാരണം ഒന്ന് അത്. രണ്ട്, ഉൽപ്പന്നം ഉപയോഗിക്കാത്തത്. ഉൽപ്പന്നം നമ്മൾ ഉപയോഗിച്ചില്ലേ നമുക്ക് എന്തുണ്ടാവില്ല, റിസൾട്ട് ഉണ്ടാവില്ല. നമുക്ക് അതിനെപ്പറ്റി 100% നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് മറ്റുള്ള ആളുകൾക്ക് കൊടുക്കാൻ കഴിയില്ല. അതും സ്വന്തമായ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളുകളും ഈ ബിസിനസ് വിട്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലേ? ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാത്ത പല ആളുകൾ ഈ ബിസിനസ് സീരിയസ് കാണാതെ വിട്ടുപോകുന്നില്ലേ? എനിക്ക് കൊടുക്കാൻ പറ്റൂല, എനിക്കിത് ചെയ്യാൻ പറ്റൂല എന്ന് വിട്ടുമല്ലേ? അപ്പൊ ഇത് ഉൽപ്പന്നങ്ങൾ ഈ എഴുതിയേക്കുന്ന പോയിന്റുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളുടെ അവസരം വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബിസിനസ് ചെയ്യാൻ പ്രാപ്തരാക്കാൻ പറ്റും. ഇനി അടുത്തത് 3, പഠിക്കാൻ തയ്യാറാവാത്തത്. അതായത് പുതിയ കാര്യങ്ങളും ബിസിനസ് രീതിയും പഠിച്ചെടുക്കാനുള്ള മടിയും ബിസിനസ് വിട്ടുപോകാൻ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പഠിക്കാൻ തയ്യാറാവാത്തത്, പുതിയ കാര്യങ്ങളും ബിസിനസ് രീതികളും പഠിക്കാനുള്ള മടിയും നമ്മൾ ഈ ബിസിനസ് വിട്ടുപോകാൻ പ്രധാനപ്പെട്ട കാരണമാണ്. അതുകൊണ്ട് തന്നെ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പുകൾ നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം. ഒരു ലീഡേഴ്സ് ആയിട്ടാണ് ഞാനിത് പറയുന്നത്, പുതിയ ആളുകളല്ലേ. ലീഡേഴ്സ് വരുന്ന ടീമിനെ ഡെവലപ്പ് ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവല്ലോ, അവർ കട്ടിംഗ് എഡ്ജ് വർക്ക്ഷോപ്പ് നടത്തി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട നോളജുകൾ കൊടുക്കണം. ഇനി ഈ നാലാമത്തെ പറയുന്നതിന്റെ മുന്നേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഈ ബിസിനസ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഈ 2 രീതി ചെയ്യാം. എൻ്റെ ടീമിൽ ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു കാര്യമാണ്, ഈ ബിസിനസ് നമുക്ക് 2 രീതി ചെയ്യാം. ഒന്ന് ഇഷ്ടത്തിന് ചെയ്യാം, 2 സിസ്റ്റത്തിൽ ചെയ്യാം. ഇഷ്ടത്തിൽ ചെയ്ത ഒരു വ്യക്തി പോലും ഈ ബിസിനസ് സക്സസ് ആയ ചരിത്രമില്ല. സിസ്റ്റത്തിൽ ചെയ്ത വ്യക്തികൾക്ക് മാത്രമേ ഇവിടെ നേട്ടങ്ങൾ ഉണ്ടാവൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ചെയ്യുക. അത്ര കഴിവുണ്ടായിട്ട് നമുക്ക് കാര്യമില്ല, സിസ്റ്റമാണ് പ്രധാനം. ക്ലിയർ ആണല്ലോ? ഇത് നമ്മൾ പറയുന്നതല്ല, നമുക്ക് ഒരു സിസ്റ്റം ഇല്ലേ, ഹാർവെസ്റ്റ് സക്സസ് അക്കാദമി എന്ന് പറയുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ട് ഇതിന് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷന് വേണ്ടി. അപ്പോൾ സിസ്റ്റത്തിലേക്ക് നമ്മൾ സലണ്ടർ ആവുക. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. സിസ്റ്റം ഫോളോ ചെയ്യാത്തത്, കമ്പനിയുടെ കൃത്യമായ സിസ്റ്റവും നിയമങ്ങളും പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് സിസ്റ്റം ഫോളോ ചെയ്യാത്തത്, കമ്പനിയുടെ കൃത്യമായ സിസ്റ്റവും നിയമങ്ങളും പാലിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ബിസിനസ് വിട്ടുപോകും. ഇനി 5, ക്ഷമയില്ലാത്തത്. തുടക്കത്തിൽ തന്നെ പെട്ടെന്ന് വിജയം പ്രതീക്ഷിക്കുകയും കാണിച്ച കഠിനാധ്വാനത്തിന് പെട്ടെന്ന് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ തളർന്നു പോകുന്ന ആളുകളും വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾ ക്ഷമയില്ലാതെ, അതായത് തുടക്കത്തിൽ നമ്മൾ വലിയ രീതിയിൽ എഫേർട്ട് ഇടും, അതിന് പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാണ്ടാകുമ്പോൾ എന്ത് ചെയ്യും അല്ലേ, പരക്കം പാച്ചില്ലെന്ന് അറിയാം നമ്മൾ. ഞാൻ പറഞ്ഞില്ലേ, പ്രൊഡക്റ്റ് ഒക്കെ എടുത്ത് നിരന്തരം പാഞ്ഞു എന്ന് പറയില്ല, അതേപോലെ നമ്മൾ പരക്കം പായുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യും, വലിയൊരു റിസൾട്ടോ വരുമാനമോ കിട്ടാണ്ടാകുമ്പോൾ നമ്മൾ നിർത്തിപ്പോകാനും സാധ്യതയുണ്ട്, പെട്ടെന്ന് നിർത്തിപ്പോകാൻ സാധ്യതയുണ്ട്. പിന്നെ തെറ്റായ വാഗ്ദാനങ്ങൾ. എപ്പോഴും എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് കിട്ടിയ വരുമാനം കൊണ്ട് നമ്മൾ ഇതിന്റെ സിസ്റ്റങ്ങൾ മാത്രം ആളുകളോട് പറഞ്ഞു കൊടുത്താൽ, നമ്മൾ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞാൽ അവർ ബിസിനസ് വന്ന് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവർ ചെയ്യില്ല. കുറച്ച് കഴിയുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇത് ആദ്യം പറഞ്ഞത് ഇതൊന്നല്ല, പിന്നീട് പറഞ്ഞത് വേറെ, ഇങ്ങനെ ആ രീതിയിലേക്ക് അവർ കാണും. പകരം നമുക്ക് കിട്ടിയ വരുമാനമായാലും എന്ത് തന്നെയാലും നമ്മൾ സത്യസന്ധമായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ പറയുക. പിന്നെ മുകളിൽ നിന്ന ലീഡേഴ്സിന്റെ താഴോട്ടേക്ക് സപ്പോർട്ട് ഇല്ലാത്ത ആളുകൾ അല്ലെ, ചില ആളുകൾ കൊണ്ട് ലക്ഷങ്ങളെ പ്രൊഡക്റ്റ് എടുക്കും, 2 ലക്ഷം 3 ലക്ഷത്തിനൊക്കെ. നമ്മുടെ ടീമല്ല, പുറത്തുള്ള പല ടീമുകളും 3 ലക്ഷത്തിനൊക്കെ പ്രൊഡക്റ്റ് എടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യില്ല, എന്താക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ അല്ലേ, അങ്ങനെ സിസ്റ്റം ആളുകളുടെ സപ്പോർട്ട് ഇല്ലാതെ വിട്ടുപോകുന്ന ആളുകളുണ്ട്. പിന്നെ അതുപോലെ പ്രയോറിറ്റി നൽകാത്തത് അല്ലെ, പല ആളുകളും നമ്മളടക്കമുള്ള തുടക്കത്തിൽ എല്ലാ ആൾക്കുള്ള വരുന്നൊരു മിസ്റ്റേക്ക് ആണ് അല്ലെ, നമ്മൾ പ്രയോറിറ്റി കൊടുക്കൂല. കാരണം ബിസിനസ് അർഹമായിട്ടുള്ള മുൻഗണന നൽകാതെ ഗൗരവമില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകൾക്കും വിട്ടുപോകാനുള്ള ഒരു സാധ്യത ഉണ്ട്. പിന്നെ പറയുന്നത് എന്താ, നെഗറ്റീവ് അഭിപ്രായം ബാധിക്കുന്നത്. ചുറ്റുമുള്ളവരുടെ നെഗറ്റീവ് സംസാരം കേട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ഡീമോട്ടിവേഷൻ ആയിട്ട് നിർത്തിപ്പോകുന്ന ആളുകൾ, ഒരുപാട് ആളുകൾ അങ്ങനെ ഉണ്ട് അല്ലേ. നമ്മൾ മീറ്റിംഗും ട്രെയിനിങ്ങും ഒക്കെ കണ്ടുവന്ന് പുറത്തുള്ള ആളുകൾ എന്താണോ പറയുന്നത്, അവരെന്തെങ്കിലും ഒന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നിർത്തിപ്പോകുന്ന ആളുകളുണ്ട്. ഇവർക്കൊക്കെ നമ്മൾ വർക്ക്ഷോപ്പുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ ബിസിനസ് ചെയ്യും. പിന്നെ 10ാമത്തെ കാര്യം, അപ്ലൈനുമായിട്ടുള്ള ബന്ധത്തിലെ പ്രശ്നങ്ങൾ. അപ്ലൈൻ ഡൗൺലൈൻ തമ്മിലുള്ള ആശയവിനിമയം, അതുപോലെ തന്നെ ശരിയായ ബന്ധമില്ലായ്മയും വിട്ടുപോകാനുള്ള പ്രധാന കാരണങ്ങൾ. ഇത് നമ്മൾ എപ്പോഴാണോ നമുക്ക് ഈ ബിസിനസ് വിട്ടുപോകാൻ തോന്നുന്നത്, ആ സമയം മുതൽ നമ്മൾ വീണ്ടും ഇത് എടുത്തു വെച്ച് വായിക്കുക. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? അപ്പൊ ഇതിലുള്ള മിസ്റ്റേക്കാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് തിരുത്തിയെടുക്കാൻ പറ്റും.
ഇനി അതേപോലെ തന്നെ ഈ സംശയങ്ങളിലേക്ക് നിങ്ങൾക്ക് അതിനൊരു പോസിറ്റീവും കൂടി പറയാൻ പോകുന്ന അടുത്ത്. അതായത് എനിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുമോ എന്നൊരു സംശയം നമുക്ക് ഉണ്ടാവും അല്ലെ. നമുക്ക് നിർത്തണം തോന്നുന്ന സമയത്താണല്ലോ ഇതെല്ലാം വരുമോ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താ? നമ്മുടെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മളെ മാറ്റുന്നില്ല. അതെങ്ങനെയാ മാറ്റേണ്ടത്? ആ സമയത്ത് അങ്ങനെ നമുക്ക് ചിന്ത വരുന്ന സമയത്ത് എനിക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്, ഞാൻ കഠിനാധ്വാനം ചെയ്ത് പടിപടിയായി വിജയം വരിക്കുന്നവരെ ഞാൻ പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്, എനിക്ക് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ട്, മറ്റുള്ള ആളുകൾ പറയുന്നതല്ല, ഞാൻ കഠിനാധ്വാനം ചെയ്ത് പടിപടിയായി വിജയം വരെ ഞാൻ എന്ത് ചെയ്യും, പ്രവർത്തിക്കും എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞ് കൊണ്ടേയിരിക്കണം. ഇനി റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് ഞാൻ തളർന്നു പോകുന്നാന്ന് വിചാരിക്കും അല്ലെ. റിസൾട്ട് കിട്ടാണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഇത് നിർത്തുക. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആ പോസിറ്റീവായി എടുത്തുകൊണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും സമയമെടുക്കും, എൻ്റെ കഠിനാധ്വാനം വൈകാതെ മികച്ച ഫലം തരുന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കാൻ പറ്റണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്ന രീതിയിലേ പോകുന്നതെന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ചില നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് നിങ്ങൾ ഈ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ എന്ത് ചെയ്യണോ, നമുക്ക് റിസൾട്ട് കിട്ടാത്തതിനൊക്കെയാണ് നമ്മൾ മാറി നിൽക്കുക, നമ്മൾ കുറെ കഷ്ടപ്പെടും, ആ റിസൾട്ട് കിട്ടാനാവുമ്പോൾ നമ്മൾ മെല്ലെ എന്ത് ചെയ്യും, മെല്ലെ 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 ബിസിനസ് ഔട്ടാവും. ആ സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട എന്താ, എല്ലാ നല്ല കാര്യങ്ങൾക്കും സമയമെടുക്കും, എൻ്റെ കഠിനാധ്വാനവും വൈകാതെ മികച്ച ഫലം നൽകും. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് പിന്നെ പഠിക്കുവാനും പുതിയ കാര്യങ്ങൾ ചെയ്യാനും എനിക്ക് മടിയാണ് അല്ലെ. നമ്മളെപ്പോഴും ചിന്തിക്കുക എനിക്ക് ഇതിനൊക്കെ മടിയാ, അപ്പൊ എല്ലാം തന്നെ ഞാൻ പഠിക്കാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ പഠിക്കാൻ പറഞ്ഞ സമയത്ത് നമുക്ക് മടിയായിരിക്കും, അത് നമ്മൾ വിട്ടുപോകാനുള്ള ഒരു കാരണം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട, ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിലൂടെ ഞാൻ കൂടുതൽ മിടുക്കനായ ലീഡർ ആവും. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതനുസരിച്ച് ഞാൻ എന്താവും, നല്ല നല്ല ലീഡർഷിപ്പിലേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ പഠിക്കണമെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചു കൊണ്ടേയിരിക്കുക. പിന്നെ അതുപോലെ എനിക്ക് ആളുകളെ ജോയിൻ ചെയ്യിക്കാനൊക്കെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ നെഗറ്റീവിലേക്ക് വരിക. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യിക്കുന്നത്, എൻ്റെ ടീമിനെ സ്നേഹത്തോടെ നയിക്കാനും അവരെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താനും എനിക്ക് സാധിക്കും എന്ന് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നന്നായിട്ട് നമ്മളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. എൻ്റെ ടീമിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സ്നേഹത്തോടെ നയിക്കാനും അവരെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്താനുള്ള ഒരു കപ്പാസിറ്റി എനിക്കുണ്ട്, ഞാൻ അതിലേക്ക് വരും, ഒരു കാരണവശാലും ഞാൻ എന്ത് ചെയ്യല, പിറകോട്ട് പോകൂല എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കൊണ്ടേയിരിക്കുക. ഇനി ചുറ്റുമുള്ള ആളുകളുടെ നെഗറ്റീവ് സംസാരം കേൾക്കുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് അല്ലേ, ശരിയല്ലേ? ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള ഊർജമായി ഞാൻ മാറ്റും. മറ്റുള്ളവരെന്ത് പറഞ്ഞോട്ടെ, അവരെന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ ലക്ഷ്യത്തിന് അവരൊരു തടസ്സമല്ല, അതെനിക്കൊരു ഊർജം മാത്രമാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിനെ നമുക്ക് പറഞ്ഞ് എന്ത് ചെയ്യണം അല്ലേ, വേണ്ടേ? ബോധവൽക്കരിച്ചിട്ട് ആ മനസ്സിനെ നമ്മൾ കൃത്യമാക്കി കൊണ്ടുവരണം. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നെഗറ്റീവ് വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത്തരത്തിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ മെല്ലെ മെല്ലെ എനിക്ക് നെഗറ്റീവ് വരുന്ന സമയത്ത്, നെഗറ്റീവ് വരാത്ത ഒരാളും ഉണ്ടാവില്ല. നെഗറ്റീവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ച് മനസ്സിനെ നമ്മൾ മാറ്റി 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 എടുക്കുക എന്നുള്ള ശില്പിന്റെ കഥ പറഞ്ഞതുപോലെ നമ്മൾ കൊത്തി എടുക്കണ്ടേ. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇനി അടുത്തോ, ഉൽപ്പന്നം പരിചയപ്പെടുത്താം. പല ആളുകൾക്ക് അല്ലെ ബുദ്ധിമുട്ട് വരെ പരിചയപ്പെടുത്താൻ. അങ്ങനെയാണ് എന്ത് ചെയ്യണം, നമ്മൾ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ ആരോഗ്യത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനാണ് ഞാൻ ഈ ഉൽപ്പന്നങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നതെന്നുള്ള ബോധ്യത്തിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ മനസ്സിനെ നമ്മൾ ശരിയാക്കി എടുക്കണം. അതിനാദ്യം നമ്മൾ ഉപയോഗിക്കണം. ആദ്യം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്കിത് പരിചയപ്പെടുത്തുന്ന സമയത്ത് അത്രത്തോളം കോൺഫിഡൻസ് വരും. ഇല്ലെങ്കിൽ നമുക്ക് തന്നെ പേടിയായിരിക്കും. ഇപ്പൊ ചെറു സാറേ വിളിക്കൂ, ചെറു സാറേ ഞാൻ ഈ പ്രൊഡക്റ്റ് എന്താ സാറേ ചെയ്യേണ്ടത്, ഇത് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ എന്താ ചെയ്യുക, ഇങ്ങനെ വരാതിരിക്കണേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം. ക്ലിയർ? ഞാൻ പറഞ്ഞ ക്ലിയർ ആയാലോ? ഈ കാര്യങ്ങൾ നിങ്ങൾ നെഗറ്റീവ് വരുന്ന എഴുതിയെടുത്ത ആളുകൾ നെഗറ്റീവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് വായിച്ചാൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പോസിറ്റീവിലേക്ക് വരും. ഒരു സംശയമുണ്ട്, പക്ഷെ വായിക്കണം. അതിന്റെ മുന്നേ നമ്മൾ ലീഡറോട് ആരോടെ വെറുപ്പിടിച്ചിട്ട് എന്ത് ചെയ്യരുത്, വിട്ടൊരു കാരണവശാലും പോകരുത്. പക്ഷെ വായിക്കുക. വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മനസ്സ് മെല്ലെ 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 തണുത്ത് വരും. ക്ലിയർ? അപ്പൊ ഇനി ഈ ബിസിനസ്സിൽ നമ്മൾ വിട്ടുപോകാനുള്ള കാരണങ്ങൾ, അത് നമുക്ക് പോസിറ്റീവായി എടുക്കാനുള്ള കാരണങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ.
ഇനി 5 ഗുണങ്ങൾ മൈലേജ് സ്റ്റൈൽ ചെയ്താലുള്ള 5 ഗുണങ്ങൾ. മൈലേജ് സ്റ്റൈൽ നമ്മൾ വിട്ടുപോകാൻ ചെയ്താലുള്ള 5 ഗുണങ്ങൾ എന്താ? ഒന്ന്, കമ്പനിയുടെ ഏറ്റവും നല്ല നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? ഒരുപാട് ആളുകളുടെ ജീവിതത്തിലേക്ക് വെളിച്ചമേകിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാം. ഒന്ന് ആലോചിച്ചു, ഇവിടെ എത്ര ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി വന്ന ആളുകളാ, അല്ലേ? നിങ്ങൾ റിസൾട്ട് കിട്ടി വന്ന ആളുകളല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്ന പകുതിയിലധികം ആളുകൾ ഉൽപ്പന്നങ്ങൾ റിസൾട്ട് കൊണ്ടായിരിക്കാൻ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക. ഇനിയോ ഈ കമ്പനി എന്താ പറ്റുക? നമുക്ക് ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം, ഫ്രീ ആയിട്ടില്ലേ, ഒരു മുതൽ മുടക്കില്ലാതെ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം. അത് കൂടാതെ മറ്റുള്ളവർക്കും ഫ്രീ ആയിട്ട് ചെയ്യാനുള്ള ഒരു അവസരം നമുക്ക് കൊടുക്കാന്നുള്ള, അല്ലെ? നമുക്ക് എവിടെയും ജോലി ചെയ്യാം, പക്ഷെ നമുക്ക് ജോലി കൊടുക്കാൻ ഒരു അവസരമില്ല. ജോലി കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കാൻ വേണം. എന്നാൽ കമ്പനി നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഫ്രീ ആയിട്ട് ഇവിടെ ഒരു അവസരവും തരുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് ഈ ഒരു അവസരം കൊടുക്കാനുള്ള ഒരു, അല്ലേ, അവസരവും നമുക്ക് ഓരോ ആളുകൾക്ക് ഇവിടെ തരുന്നുണ്ട്. പിന്നെ കമ്പനി നമുക്ക് പഠനം, അല്ലേ, മൈലേജ് സ്റ്റൈലിൽ ബിസിനസ്സിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ആളുകളും മാറുന്ന മാറ്റങ്ങൾ വേറൊരു ലെവലിലേക്കായിരിക്കും. ഒന്നും അല്ലാതെ തെറി വിളിക്കുന്ന ആളുകൾ സാറേ എന്ന് വിളിക്കുന്ന രീതിയിലേക്ക് നമ്മളെ മാറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. സമൂഹത്തിൽ നല്ല നന്മകൾ ചെയ്യാനും മറ്റുള്ളവരെ എങ്ങനെ സ്നേഹിക്കണമെന്നും മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ നിൽക്കണമെന്നും ഇനി നമുക്ക് ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സമൂഹത്തിൽ ചെയ്യണം എന്നുള്ള കൃത്യമായ ഒരു ബോധവൽക്കരണത്തിലേക്ക് നമ്മളെ മാറ്റുന്നു. ഇതൊന്നും നമുക്ക് ഒരു സ്ഥലത്തും കിട്ടൂല. എനിക്ക് തോന്നുന്നു ബെന്നി സാറൊക്കെ ക്ലാസ്സൊക്കെ കണ്ട് ഒരുപാട് ആളുകൾ ജീവിതത്തിലേക്ക് മദ്യമൊക്കെ നിർത്തി കുടുംബത്തെയൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടെ വളർത്തുന്ന അല്ലെങ്കിൽ സ്നേഹത്തോടെ സംസാരിക്കുന്ന രീതിയിലേക്ക് ആയി മാറിയ ഒരുപാട് ആളുകളെ ഞാൻ ഈ ബിസിനസ് കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളെ വരുമാനം നമുക്ക് കിട്ടും, ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. നമ്മുടെ സംസാരങ്ങൾ അല്ലെ സ്വഭാവങ്ങൾ സമൂഹത്തിൽ മറ്റുള്ള ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് മാറാൻ നമുക്ക് എവിടെയും സ്ഥലങ്ങളില്ല. ഇവിടെയാണ് നമുക്ക് അതിന് പറ്റിയ ഏറ്റവും നല്ല സ്ഥലം, ഡയറക്ട് സെല്ലിങ്ങിലാണ്, അല്ലേ? നമ്മൾ എവിടെ ട്രെയിനിൽ കേട്ടിട്ടുണ്ട് 100ഓളം, അല്ലെ, 100 ആളുകളിലല്ല, അതായത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന 100 ആളുകളുടെ കൂടെയാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ 101ാമത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തി നമ്മളായിരിക്കും, അല്ലെ? 100 പണക്കാരന്റെ കൂടെയാണ് നമ്മൾ കൂടുന്നതെങ്കിൽ 101ാമത്തെ പണക്കാരനായിട്ട് നമ്മൾ മാറും. 100 പിച്ചക്കാരന്റെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 101ാമത്തെ പിച്ചക്കാരൻ നമ്മളാവും, അല്ലെ? 100 മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളുടെ കൂടെയാണ്, അല്ലെ ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ 101ാമത്തെ ലഹരിക്കാരൻ നമ്മളായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ കോടിക്കണക്കിന് ആളുകൾ ചെയ്യുന്ന മൈലേജ് സ്റ്റൈലിന്റെ കൂടെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ആ കോടിക്കണക്കിൽ ഒരാളായിട്ട് മൈ ലൈഫിൽ അച്ചീവറായിട്ട് നമ്മൾ മാറും. ക്ലിയർ ആണല്ലോ? അപ്പോ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആരാണോ അതിന്റെ കൂടെ ആരാണോ, അല്ലെ, ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആരാണോ ഈ ഒരു ബിസിനസിന്റെ കൂടെ നിൽക്കുന്ന അവരുടെ ജീവിതത്തിലൊക്കെ വലിയ നേട്ടങ്ങൾ നേടാൻ പറ്റിയിട്ടുള്ള ഒരു അവസരം മാത്രമാണ് മൈലേജ് സ്റ്റൈൽ. ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രമേ കഴിയൂ, പഠിപ്പിക്കാൻ ഒരാളെ പോലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയും, പക്ഷെ പഠിപ്പിക്കാൻ പറ്റുമോ? പോസിബിൾ അല്ല. അവരവരെ മാറേണ്ടതാണ്. ഓക്കെ, ഇനി പുതിയ ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിലേക്ക് അവസരങ്ങൾ കൊടുക്കാൻ പറ്റും. അതുപോലെ കൃത്യമായി നമുക്ക് ഈ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകണം. കാരണം നമ്മൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇതിന് ലിസ്റ്റ് സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റവുമായിട്ട് നിങ്ങൾ ആദ്യം കണക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ 5 ഗുണങ്ങൾ നമുക്ക് കിട്ടൂ. ഇനി അടുത്തത് ഫോളോ അപ്പ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, അല്ലേ? നമ്മളെ കൂടെ വന്ന ആളുകൾ കൂടെ വന്ന ആളുകളെ നമ്മൾ കൊടുത്ത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം, ലിസ്റ്റ് മേക്ക് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം? നമുക്ക് ഇതേപോലെ നോമിനേഷൻ ഫെസിലിറ്റി കിട്ടുന്നുണ്ട്, ടൂറ് കിട്ടുന്നുണ്ട്. അപ്പൊ ആദ്യം ചെയ്യേണ്ട സമയത്ത് ഇപ്പോൾ 34, അല്ലെ, 10 മിനിറ്റ് കൊണ്ട് ഇനി ചെയ്യേണ്ട ആദ്യത്തെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? അവസാനിപ്പിക്കും. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ബിസിനസ്സിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ള, അല്ലെ? ആദ്യം നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുക. രണ്ടാമത് കൃത്യമായിട്ട് റീറ്റെയിൽ ചെയ്യുക. പുതിയ ആളുകളുടെ എഴുതി എടുത്തോട്ടോ, ഇത് മാത്രം ചെയ്താൽ മതി, വലിയ സംഭവം ഇതിൽ ചെയ്യണ്ട. ആദ്യം നമ്മൾ കുറച്ച് പ്രൊഡക്റ്റ് എടുക്കുക, സ്റ്റോക്ക് എടുക്കുക. അടുത്ത് നമ്മളത് കൃത്യമായി റീറ്റെയിൽ ചെയ്യുക. ആ റീറ്റെയിൽ ചെയ്ത ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക? റിക്രൂട്ട്മെന്റ് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ടർ ആക്കി മാറ്റുക, അല്ലെ? അത് MRP ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നെ DP പ്രൈസിന് വാങ്ങുന്ന ആളുകളാക്കി മാറ്റുക.
നാലാമത്തെ ഘട്ടം അവരെ കൃത്യമായി പ്രോഗ്രാമിലേക്ക് കണക്ട് ചെയ്യുക. GTS നമുക്ക് തുടക്കം മാത്രമാണ്. വന്ന ആളുകളെ കൃത്യമായി FSS എത്തിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ്. അതായത് ഒരു വ്യക്തി ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് നമുക്ക് FSS കിട്ടും. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ ഈ ബിസിനസ് പഠിക്കേണ്ടത് എന്ത് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. ചെയ്യേണ്ടത് പിന്നെയേ പഠിക്കണ്ടു. അപ്പോൾ FSS കിട്ടിക്കഴിഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ട അടുത്ത ഘട്ടം? ഫസ്റ്റ് സ്റ്റെപ്പ് സക്സസ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ബിസിനസ്സിൽ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മൾ പ്രൊഡക്റ്റ് എടുക്കണം. അത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തതിനു ശേഷം നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യണം. അത് കൃത്യമായി റീറ്റെയിൽ ചെയ്യണം. ആ റീറ്റെയിൽ ചെയ്ത സമയത്ത് നമുക്ക് കൃത്യമായ റിക്രൂട്ട്മെന്റ് നടക്കണം. ആ റിക്രൂട്ട്മെന്റ് നടന്നു കഴിഞ്ഞാൽ കൃത്യമായ അവരെ GTSന് പ്രോഗ്രാമുകളിലേക്ക് എത്തിക്കണം. അടുത്ത 4 അവരെ ലീഡർഷിപ്പിലേക്ക് ആക്കണം. ഈ കാര്യങ്ങളാണ് ഈ ബിസിനസ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് നമ്മുടെ 3 തലമുറ യാതൊരുവിധ കഷ്ടപ്പെടില്ലാതെ ജീവിച്ച് വലിയ രീതിയിൽ നമ്മൾ നാളുകളിൽ ഓർമ്മിക്കുന്ന ആളുകളായിട്ട് മാറും. നിലവിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളും ചെയ്ത ആ ഒരു ജോലിയുടെ 100% റിസൾട്ടാണ് ഇവിടെ ഇരിക്കുന്ന ഒരാളുകളിൽ. അതായത് ചെയ്ത മേഖലകളിൽ ഇതുവരെ ചെയ്ത മേഖലയിൽ കിട്ടിയിട്ടുള്ള വരുമാനവും അതിന്റെ ബാക്കി തുകയുമാണ് എന്തിരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾ. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ മൈലേജ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത 5, 6, 7, 8 വർഷം ഈ ഒരു മേഖല ഏറ്റെടുത്തിട്ട് വലിയ നേട്ടങ്ങളില്ലാതെ ഏറ്റെടുത്ത ആളുകളാണ് ഞാൻ പറയുന്നത്. നേട്ടങ്ങളില്ലാത്ത ഒരു വ്യക്തി പോലും ഈ ഒരു മേഖലയിൽ ഇല്ല. നിങ്ങൾ എവിടെ വേണമെങ്കിലും നോക്കിക്കോ. 5, 6 വർഷം കൊണ്ട് അവരുടെ വീടായിട്ടുണ്ടാവും, കാറായിട്ടുണ്ടാവും, സൗകര്യമായിട്ടുണ്ടാവും, അവർക്ക് നോമിനേഷൻ ഫെസിലിറ്റി ഒക്കെ വന്നിട്ടുണ്ടാവും. ക്ലിയർ? ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ? അപ്പോൾ ഈ ഒരു 5, 10 വർഷം കൊണ്ട് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ മേഖലകളും ഒറ്റക്കാണ്. അതുകൊണ്ട് തന്നെ അവിടെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അവർ ആക്റ്റീവിംഗ് ആണ് അല്ലേ? നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലി ആക്റ്റീവിംഗ് ആണ്. ലിമിറ്റഡ് വരുമാനം മാത്രമേ കിട്ടൂ അല്ലേ? അതുപോലെ നമ്മളെ ടൈം ലിമിറ്റഡ് ഉണ്ട് അല്ലേ? ടൈമിനനുസരിച്ച് മാത്രമേ നമുക്ക് അവിടെ വരുമാനങ്ങൾ കിട്ടൂ. എന്നാൽ ഇവിടെ ഈ ഇൻഡസ്ട്രീന്റെ പ്രത്യേകത ഒരു ടീമാണ്, ഒരു സിസ്റ്റമാണ്. അവരും നമ്മൾ ഒരുമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം പീരീഡ് ഇഷ്ടം പോലെ കിട്ടും. ഇനി നമ്മളില്ലെങ്കിലും നമ്മുടെ കുടുംബത്തിലേക്ക് വരുമാനങ്ങൾ കിട്ടും. ഇനി ഈ ബിസിനസ് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു 5 മിനിറ്റ് കണ്ണടച്ച് നിന്ന് നോക്കി ആലോചിച്ച് നോക്കുക. ഇനി അങ്ങോട്ട് എന്താ മേഖല ഉള്ളത്? ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒന്ന് കണ്ണടച്ചിട്ട് ഇത് ചെയ്യുന്നില്ല എന്ന് കുട്ടിക്ക് മൈലേജ് സ്റ്റൈൽ ചെയ്യുന്നില്ല, ലീഡറോട് വെറുപ്പിടിച്ചിട്ട് ആരോടെങ്കിലും വെറുപ്പിടിച്ച് നമ്മൾ മാറി. ഇനി അങ്ങോട്ട് നമുക്ക് എന്തുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ജസ്റ്റ് ആലോചിച്ച് നോക്കുക. ഒറ്റക്കല്ലാതെ നമുക്കൊരു കൂട്ടം ചേർന്നുകൊണ്ട് 1 രൂപ പോലും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാതെ ബിസിനസ് വിജയിക്കാൻ പറ്റിയ എന്ത് മേഖല ഉണ്ട് നിങ്ങൾ ചിന്തിച്ചോ? ഉണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട. ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ എന്താ പറയാ ബുദ്ധിയും തലച്ചോറും അടിയറ വെക്കാതെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യും. അങ്ങനെ ചെയ്താൽ ഒന്ന് രക്ഷപ്പെടുന്ന ആരൊക്കെയാണ് നിങ്ങൾ ചിന്തിച്ചു. നമുക്ക് നമ്മുടേതായ സന്തോഷത്തിലും നമ്മുടേതായ ഇഷ്ടത്തിനും നമുക്ക് ജീവിക്കാൻ പറ്റും. 2, മറ്റുള്ള ആളുകൾ, ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നത്, അവരിലേക്ക് ഈ ഒരു അവസരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ 3 തലമുറ കൂടി രക്ഷപ്പെടും. ഇനി ഇതല്ലെങ്കിൽ നമ്മളൊന്നും അല്ലാതെ നമ്മൾ മാറി നിന്ന് നമ്മൾ നാളെ ഒരു കഷ്ടപ്പാടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ ആരുണ്ട്? നമ്മുടെ കുടുംബം നോക്കുമോ? അല്ലെങ്കിൽ നമ്മളെ ഒരു പരിധിയിലപ്പുറം നമ്മളെ ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടുത്ത് ഞാനൊരു സിനിമാക്കാരന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരു അമ്മയുടെ വീഡിയോ, ഒരു സിനിമാ നടിയാണ്. അവര് സിനിമയിൽ അഭിനയിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണങ്ങളെല്ലാം മക്കൾക്ക് വേണ്ടി അവര് കൊടുത്തുന്നില്ല. അവര് മക്കളെ നന്നായി പഠിപ്പിച്ചു. അങ്ങനെ ആ മകള് കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് വിദേശത്ത് അവർ സെറ്റിലായി. ആ അമ്മ ഇന്ന് കിടക്കുന്നത് അനാഥാലയ മന്ദിരത്തിലാണ്. അതായത് അവര് ഇത്രയും വർഷം ഒറ്റക്ക് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് മക്കളെ നല്ല രീതിയിൽ അവരെത്തിച്ച്, അവർ ഭക്ഷണം ചിലപ്പോൾ കഴിച്ചിട്ടുണ്ടാവാം, കഴിച്ചിട്ടില്ലാതിരിക്കാം, വെള്ളം കുടിക്കാതിരുന്നിട്ടുണ്ടാവും, എത്രത്തോളം കഷ്ടപ്പെട്ട് നമുക്കറിയില്ല. അങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയ മക്കള് ആ അമ്മയെ അവസാനം അനാഥാലയ മന്ദിരത്തിലേക്കാണ് ആക്കിയിട്ടുള്ളത്. ഇത്രത്തോളം പണം ആ ഒരു മേഖലയിൽ നിന്ന് ഉണ്ടാക്കി അവർ അനാഥാലയ മന്ദിരത്തിലാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. നാളുകളിൽ ഇന്ന് സമൂഹത്തിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഏറ്റവും കൂടുതൽ അച്ഛനമ്മ അല്ലെ ഉപ്പുമ്മാനൊക്കെ കൊന്നിട്ടുണ്ടാവുക പണത്തിന്റെ പേരിലാണ്, അതായത് ലഹരിയുടെ പേരിലാണ്. എന്നാൽ ഈ ഒരു ബിസിനസ്സിൽ അല്ലെ മൈലേജ് സ്റ്റൈൽ എന്ന ബിസിനസ്സിൽ ഒരിക്കലും ഒരാളെ കള്ളം പോലും പറയാൻ പഠിപ്പിക്കാത്ത രീതിയിലേക്ക് വളർത്തുന്ന ഒരു അവസരം. ഇവിടെ നമ്മൾ വിട്ടുപോകുന്നത് എന്തിനാണ്?
ഇത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത്? ഇത് നമുക്ക് വേണ്ടിയാണോ നമ്മൾ ചെയ്യുന്നത്, അല്ലെ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? വിജയിക്കാൻ, ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കാ, വിജയിക്കാൻ ആഗ്രഹമുള്ളവർക്ക് 100 വഴികളുണ്ട്, അല്ലേ? ഇല്ലാത്ത ആളുകൾക്ക് 100 കാരണങ്ങളും, അല്ലേ? വിജയിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് 100 വഴികളുണ്ട്. വിജയിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾക്ക് 100 കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇതുപോലൊരു അവസരം ഇനി ദൈവം പോലും നമുക്ക് തരില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയണം. എനിക്ക് ഇവിടെ വന്ന് സംസാരിച്ചുകൊണ്ട് 1 രൂപ പോലും വരുമാനം കിട്ടൂല. പക്ഷേ ഈ ബിസിനസ്സിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് ഏറ്റെടുക്കുന്നതിന്റെ പ്രധാന കാരണം, ഇതുവരെ നമുക്ക് കിട്ടാത്ത സന്തോഷങ്ങളും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും 100% കിട്ടുമെന്നുള്ള 100% ബോധ്യമുള്ളത് കൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മൈ ലൈഫ് സ്റ്റൈൽ ബിസിനസ് പഠിച്ച ഒരാൾ പോലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കൂല. ഏതെങ്കിലും ലീഡേഴ്സിനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം 100% ശരിയാണ്, ലൈക്ക് അടിക്കുക. ലീഡേഴ്സിന്, പുതിയ ആളുകൾക്ക് അത് അത്ര ഓടൂല. ഈ ബിസിനസ് മനസ്സിലാക്കി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയല്ലേ? അല്ലേ? ഒരൊറ്റ ലക്ഷ്യം മാത്രമേ നമ്മുടെ ഉള്ളിലുണ്ടാവുന്നത്. എങ്ങനെയെങ്കിലും അടുത്ത റാങ്ക്, എങ്ങനെയെങ്കിലും ITC എത്തണം. ITC എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായി, ഒരു തർക്കവും വേണ്ട. ITC എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സേഫായി ഈ ബിസിനസ്സിൽ. അത് 10-12 വർഷം എടുത്തോട്ടെ. ഇത്രയും വർഷം നമ്മൾ അധ്വാനിച്ച് ഒന്നും ആയില്ലെങ്കിൽ ഇവിടെ 5-10 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ആ രീതിയിൽ എത്തുമെങ്കിൽ നമുക്ക് എന്താ കഷ്ടപ്പെടുന്നതിന്? അങ്ങനെ കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണ്. ഇത് നമ്മൾ പുതിയൊരു സമൂഹത്തിനെ നന്മകളിലേക്ക് നയിക്കുന്ന ബിസിനസ്സാണ്. ഒരു സമൂഹത്തിനെ നന്മകളിലേക്ക് നയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോ ആളുകൾക്കുണ്ട്. കാരണം ഇന്നത്തെ അവസ്ഥ വലിയ പരിതാപകരമായ രീതിയിലേക്കാണ് പോകുന്നത്, അല്ലേ? എൻ്റെ നാട്ടില് എൻ്റെ ഒരു 23 കിലോമീറ്റർ അപ്പുറമാണ് 3 ടീച്ചർമാർ ഇപ്പൊ എന്തിട്ടുള്ളത്, മയക്കുമരുന്നുമായിട്ട് MDMA ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പിടിക്കപ്പെട്ടിട്ട്. എന്തുകൊണ്ടാണ് അവൾ പിടിക്കപ്പെട്ടത്? ഇവിടെ അവർക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് വേണ്ടത്ര പണം മറ്റുള്ള മേഖലയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് മാത്രം. ആണോ അല്ലയോ? ഞാൻ പറഞ്ഞ ശരിയല്ലേ? പണം കിട്ടാത്തത് കൊണ്ട് മാത്രം. അവരുടെ സാഹചര്യത്തിൽ എന്തോ പ്രതിസന്ധി വന്ന സമയത്ത് അവർക്ക് പണം അത്യാവശ്യമായിട്ട് വന്ന് അവർ ആ പണം കിട്ടേണ്ട ആവശ്യം കൊണ്ട് എന്ത് ചെയ്യും? അവരതിലേക്ക് വന്നു. ഏതൊരു കള്ളനായാലും അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടാണ് ആ രീതിയിലേക്ക് അവർ മാറുന്നത്. കള്ളനാണെന്നോ അല്ലെങ്കിൽ ആളുകളെ കക്കണോ പറ്റിക്കണമെന്നോ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ആരുമില്ല. അവരുടെ സാഹചര്യമാണ് എന്ത് ചെയ്യുന്നത്, അവർ ആ രീതിയിലേക്ക് ആക്കുന്നത്. അങ്ങനെ സാഹചര്യത്തിൽ ഇനി നമുക്ക് നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അത്രക്കും പണം, ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാനുള്ള മേഖലയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ, നമ്മുടെ ഉറവ പോലെ കിട്ടും വരുമാനം. കിണറ്റ് കുഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഉറവയിലൂടെ നമുക്ക് കിട്ടുന്ന പോലെ മൈ ലൈഫ് സ്റ്റൈലിലൂടെ പണം കിട്ടും. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകത, കടലിന്റെ അടിത്തട്ടിലാണ് എല്ലാം കിടക്കുന്നത്. കടലിന്റെ അടിത്തട്ടിലാണ് എല്ലാം കിടക്കുന്നത്. നമ്മൾ ഇനി കരയിൽ നിന്ന് തിര നോക്കിയാൽ കടലിന്റെ അടിത്തട്ടിലുള്ള മുത്തും ചിപ്പിയൊന്നും ഒരിക്കലും കിട്ടില്ല. പക്ഷെ കടലിന്റെ തിരയെ മറികടന്ന് ആരാണോ അക്കരക്ക്, ആ അപ്പുറത്തെ നടുക്കടൽ അല്ലെ പുറംകടലെത്തുന്നത്, അവർക്ക് വേണ്ട എല്ലാം അവിടെ കിടക്കുന്നുണ്ട്. എല്ലാം കിടക്കുന്നത്. നമുക്ക് മൈ ലൈഫ് സ്റ്റൈല് കിട്ടാത്തതൊന്നുമില്ല. നിങ്ങളെ പുതിയൊരു വ്യക്തിയാക്കും, നിങ്ങളെ പുതിയൊരു മനുഷ്യനാക്കും, നിങ്ങളെ നല്ല വരുമാനമുള്ള വ്യക്തിയാക്കും. ആ വരുമാനം കൃത്യതയോടെ ചെയ്യുന്ന വ്യക്തിയാക്കി മാറ്റുന്നുള്ള. വെറുതെ ഒന്നും നമ്മൾ എന്ത് ചെയ്യില്ല, മൈ ലൈഫ് സ്റ്റൈലിൽ പണം ചാടൂല, ഒരു തർക്കവും വേണ്ട. ആദ്യം ചിലപ്പോൾ നമ്മൾ ചെറുങ്ങനെല്ലാം ചെലവ്, പക്ഷെ പിന്നീട് അങ്ങോട്ട് മൈ ലൈഫ് നമ്മൾ പഠിപ്പിച്ചിരും 1 രൂപ എന്താന്നും 2 രൂപ എന്താന്നൊക്കെ. പക്ഷെ ഒരു പ്രത്യേകത, വേറൊരു കാര്യം, ആ സമയമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. പ്രത്യേകത ഒരു കാര്യം, അധ്വാനമില്ലാത്ത ഒന്നും നമ്മൾ രക്ഷപ്പെടില്ല. ഒരു ഉദാഹരണത്തിന് 5 രൂപ ആ നിലത്ത് നിന്ന് എടുക്കണമെങ്കിൽ പോലും അത് കുനിഞ്ഞെടുക്കാനുള്ള ഒരു അധ്വാനം അവിടെ ഉണ്ട്. ക്ലിയർ? ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഒരു 5 രൂപ നമുക്ക് വഴിയിൽ നിന്ന് കിട്ടുകയാണെങ്കിലും അത് കുനിഞ്ഞെടുക്കാനുള്ള ഒരു അധ്വാനം അവിടെ കിടക്കുന്നുണ്ട്. ശരിയല്ലേ? അപ്പൊ അധ്വാനം ഇല്ലാതെ ഒന്നും കൂടെ, ഒരു പിച്ചക്കാരനാണെങ്കിൽ പോലും അദ്ദേഹം കൈതീടാതെ ഒരു വ്യക്തി പോലും എന്ത് ചെയ്യല, അവിടെ പൈസ കൊടുക്കൂല. അപ്പോ അധ്വാനം പ്രധാനമാണ്. ഇനി ഒരു കാര്യം നമ്മളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുന്നത്, നമ്മളൊക്കെ ഈ ഭൂമിയിൽ വിസിറ്റിംഗ് വിസക്ക് വന്ന ആളുകളാണ്. നമ്മുടെ സമയം കഴിയുന്ന സമയത്ത് അടുത്തൊരാൾക്കാർ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് അല്ലെ ബാക്കി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണ്ട. ആ വിസിറ്റിംഗ് വിസക്ക് വന്ന നമ്മൾ എന്ത് ചെയ്യണം, കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് എന്ത് ചെയ്യണം, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് അല്ലെ തങ്കലിപികളിൽ എഴുതപ്പെട്ടു പോകേണ്ട ആളുകളാണ്. ക്ലിയർ? അപ്പൊ ആ രീതിയിലേക്ക് നമ്മളെല്ലാ ആളുകളും മാറണം. അങ്ങനെ മാറി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നും, അതോടൊപ്പം തന്നെ ഈ ദൈവം തന്നിട്ടുള്ള ഈ ഒരു അവസരം നിങ്ങൾ ആരും കൈവിടരുത്, ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കണം. കാരണം ഇത്രയും വലിയൊരു അവസരമൊന്നും ഇനി നമുക്ക് ലോകത്ത് കിട്ടാനില്ല. ആളുകളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഒരു കാര്യം കൂടി പറയാം,
ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ കമ്പനി നിലനിൽക്കുള്ളൂ. അത് 3 കാര്യങ്ങളോട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കും. 3 കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഒന്ന്, ഏറ്റവും നല്ല നിയമവശങ്ങളുള്ള കമ്പനികളായിരിക്കണം അല്ലെ. നിയമങ്ങളെ കൃത്യമായി പാലിക്കുന്ന കമ്പനികളായിരിക്കണം. നമ്മുടെ കമ്പനി 100% നിയമം പാലിച്ചല്ലേ മുന്നോട്ട് വന്നേ അല്ലേ? നമുക്ക് വരുമാനങ്ങൾ വരുന്ന ആളുകൾക്കെല്ലാം GST ടാക്സും അടച്ചിട്ടല്ലേ വരുന്നത്, ശരിയല്ലേ? നിങ്ങൾ വരുമാനം കിട്ടുന്ന ആളുകളൊന്ന് ലൈക്ക് എടുക്കണം കേട്ടോ. പുതിയ ആളുകളുടെ അവർക്കൊരു പ്രചോദനമാണ്, അവർക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പൊ വരുമാനം കിട്ടി നമ്മളെ കമ്പനി നിയമപരമായിട്ടുള്ളതാണല്ലോ, ശരിയല്ലേ? ഓക്കെ, ഇനി അടുത്തതോ? അതേപോലെ തന്നെ എന്തുണ്ട്? സാമ്പത്തിക തളർച്ചയുള്ള ഒരു കമ്പനിയാണോ നമ്മുടെ കമ്പനി? ആണോ? ഒരിക്കലല്ല. കാരണം എന്താ? കമ്പനി ഇപ്പോ 7 വരുമാനത്തിന്റെ കൂടെ തന്നെ ഒരു വരുമാനം അതാ വീണ്ടും TDF എന്ന് പറയുന്ന രീതിയിൽ കൊടുത്തില്ലേ? ചെറൂർ സാറെല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആ TDF വാങ്ങി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മുടെ കമ്പനി സാമ്പത്തിക തളർച്ചയുള്ളതാണോ? അല്ല, കുതിച്ചു കയറുന്ന കമ്പനിയാണ്. ഇനി 3, ഉൽപ്പന്നങ്ങളെ ഗുണനിലവാരം. നമ്മളെ ഉൽപ്പന്നങ്ങൾ ഗുണമുണ്ടോ? ഞാനത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഈ 3 നമ്മുടെ കമ്പനിക്ക് ഉണ്ടെങ്കിൽ ഈ കമ്പനി ഒരിക്കലും തകരില്ല. ക്ലിയർ? ഞാൻ പറഞ്ഞ ക്ലിയർ ആണ്? അപ്പോൾ നമുക്ക് വിശ്വസിച്ച് 100% ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കുക. അതേപോലെ ഇവിടെ ഒരുപാട് ആളെ ഞാൻ കാണുന്നുണ്ട്. നിങ്ങളൊക്കെ നാളുകളിൽ ആ സ്ഥലത്തുള്ള 916 ആയി തിളങ്ങാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് മാത്രം ഒന്നുകൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുള്ള അസാറിന് പ്രത്യേക നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതേപോലെ തന്നെ എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ചെറൂർ സാറിനും ഒരിക്കലും എന്താ പറയാ, നമ്മൾ അത്രയും സ്നേഹമുള്ള ഒരു വ്യക്തിത്വമാണ്. സാർ എന്ത് പറഞ്ഞാലും നമ്മൾ നിരാകരിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറൂർ സാറിനും ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നും ഇവിടെയുള്ള ഓരോ ആളുകൾക്കും വലിയ വലിയ നേട്ടത്തിലേക്ക് എത്താൻ കഴിയട്ടെ എന്നും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. ഓക്കെ, താങ്ക് യു.